അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനികളെ, പരിശുദ്ധ റമദാൻ മാസം ഏതാനും ദിവസങ്ങളെ കൊണ്ട് നമ്മളിലേക്ക് ആഗതമാവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാൻ മാസം നമ്മളിലേക്ക് എത്തിച്ചു തന്നു. ആ റമദാനിൽ നല്ല രൂപത്തിൽ ആരാധിക്കാൻ, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, പരിശുദ്ധ ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കാൻ അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ. റമദാനിനെ നമുക്ക് വരവേൽക്കണം നമ്മുടെ ശുദ്ധ മനസ്സോടുകൂടി. റമദാന് വരുന്നതിന് മുമ്പായി ആരോടെല്ലാം നമുക്ക് പൊരുത്തം ചോദിക്കേണ്ടതുണ്ട്, അവരോടെല്ലാം പൊരുത്തം ചോദിച്ച് നമുക്ക് ഏത് രൂപത്തിൽ നന്നാവാൻ പറ്റും ആ രൂപത്തിലെല്ലാം നന്നാവാൻ ശ്രമിച്ച് നല്ല രൂപത്തിൽ റമദാനിനെ വരവേൽക്കണം. അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് പരിശുദ്ധ ശഅബാൻ 18-ാം രാവാണ്. ഇത് നമുക്ക് ചൊല്ലാനുള്ള അതിമഹത്തായ ദിക്ർ, അല്ലാഹുവിന്റെ മഹത്വമുള്ള ഏറ്റവും പവറുള്ള ലത്തീഫ് എന്ന ഇസ്മാണ്. അതിനു മുമ്പായി നമുക്ക് ശഅബാനിലെ ഓരോ ദിനങ്ങളിൽ ഇതുവരെയും ചൊല്ലിവന്ന പരിശുദ്ധ ആ ഇസ്തിഗ്ഫാർ എല്ലാവരും കൂടെ ചൊല്ലണം. ആ ഒരു ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ അദ്ദേഹത്തിന്റെ തെറ്റുകൾ രേഖപ്പെടുത്തിയ മലക്കിനോട് അല്ലാഹു പറയുമത്രേ, ആ കിതാബിനെ തന്നെ കീറിക്കളയാൻ വേണ്ടി. അത്രയും മഹത്വമുള്ള ഇസ്തിഗ്ഫാറാണ്. എല്ലാവരും കൂടെ ചൊല്ലുക. അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം وأتوب إليه توبة عبد ظالم لنفسه لا يملك لنفسه موتا ولا حياة ولا نشورا استغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه توبة عبد ظالم لنفسه لا يملك لنفسه موتا ولا حياة ولا نشورا استغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه توبة عبد ظالم لنفسه لا يملك لنفسه موتا ولا حياة ولا نشورا استغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه توبة عبد ظالم لنفسه لا يملك لنفسه موتا ولا حياة ولا نشورا استغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه توبة عبد ظالم لنفسه لا يملك لنفسه موتا ولا حياة ولا نشورا استغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه توبة عبد ظالم لنفسه لا يملك لنفسه موتا ولا حياة ولا نشورا استغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه توبة عبد ظالم لنفسه لا يملك لنفسه موتا ولا حياة ولا نشورا അല്ലാഹുവേ, നീ കബൂൽ ചെയ്യണം റഹ്മാനെ, നീ സ്വീകരിക്കണം അല്ലാഹ്. നമുക്കിനി അല്ലാഹുവിന്റെ മഹത്വമേറിയ മഹാന്മാർ അവരുടെ ജീവിതത്തിൽ പതിവാക്കിയ അതിമഹത്തായ ഒരു ദിക്റാണ് ലത്തീഫ് എന്ന ഇസ്മ. അല്ലാഹുവിന്റെ ദയ, അല്ലാഹുവിന്റെ ലോലത, അവൻ മനുഷ്യരോട്, അവന്റെ സൃഷ്ടികളോട് കാണിക്കുന്ന ആ ഒരു കാരുണ്യം, ആ ഒരു ദയ എന്നുള്ള അർത്ഥം വരുന്ന അതിമഹത്തായ ലത്തീഫ് എന്ന ഇസ്മ
129 തവണ ചൊല്ലിയാൽ മഹാന്മാർ പറയുന്നു, അദ്ദേഹത്തിന്റെ സർവ്വ വിഷയങ്ങളിലും അള്ളാഹുവിന്റെ ലുത്ഫുണ്ടാകും, അള്ളാഹുവിന്റെ ദയ ഉണ്ടാകും, അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു സഹായം അവനിലുണ്ടാകും. അത് മാത്രമല്ല, വസീഖലഹു റിസ്ഖുൽ ഹസൻ, നല്ല സമ്പാദ്യം അവന് വന്നു ചേരും, നല്ല സമ്പത്ത് അവന് വന്നു ചേരും. സമ്പത്തുണ്ടാക്കാനുള്ള ജോലി അള്ളാഹു അവന്റെ മുമ്പിൽ തുറന്നിട്ട് കൊടുക്കും. അത്രയും മഹത്വമുള്ള ഒരു ഇസ്തിഗ്ഫാർ, ഒരു ദിക്റാണ്, ഇസ്മാണ് ലത്തീഫ് എന്ന ഇസ്മ. എല്ലാവരും കൂടെ ഏറ്റുചൊല്ലുക. ത്വ എന്നാണ്, ത ആയി മാറരുത്, നോക്കി തന്നെ ചൊല്ലുക. യാ ലത്തീഫു യാ അല്ലാഹ്, 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 യാ ലത്തീഫു യാ അല്ലാഹ്,
يا لطيف يا الله 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 അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ, നീ ഖബൂൽ ചെയ്യണം അല്ലാഹ്. നമുക്കിനി സ്വലാത്തു സആദ ചൊല്ലണം. സ്വലാത്തു സആദയുടെ മഹത്വം നമുക്കൊക്കെയും അറിയാം, നമുക്ക് കേട്ടവരാണ്. ഈ സ്വലാത്തു സആദ, സആദത്തു ദാറൈൻ, ഇരു ലോകത്തും വിജയിക്കാനുള്ള സ്വലാത്ത്, വിജയത്തിന്റെ സ്വലാത്ത്. ഒരാൾക്ക് വിജയിക്കണം, ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹം ഈ സ്വലാത്ത് പതിവാക്കണം. അത്രയും മഹത്വമുള്ളൊരു സ്വലാത്താണ്. ഒറ്റ സ്വലാത്തിന് 6 ലക്ഷം സ്വലാത്ത് ചൊല്ലിയതിന്റെ സ്ഥാനത്തായിരിക്കും ഒറ്റ സ്വലാത്ത് നിൽക്കുക. അത്രയും മഹത്വമുള്ളൊരു സ്വലാത്താണ് ഈ സ്വലാത്ത് എന്നുള്ളത്. എല്ലാവരും കൂടെ 11 തവണ വീതം ഏറ്റു ചൊല്ലണം. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ, നീ കബൂൽ ചെയ്യണം അല്ലാഹ്.
നമുക്കിനി സ്വലാത്തുൽ കമാലിയ ചൊല്ലണം. സ്വലാത്തുൽ കമാലിയ വല്ലാത്ത അത്ഭുതമാണ്. ഒറ്റ തവണ ഒരാൾക്ക് സ്വലാത്തുൽ കമാലിയ ചൊല്ലാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 14 കോടി പ്രതിഫലം, 14 കോടി സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലമായിരിക്കും ഒറ്റ സ്വലാത്തിന് ലഭിക്കുന്ന മഹത്വമെന്ന് മഹാന്മാർ പഠിപ്പിച്ചതാണ്. ചില മഹാന്മാർ പറയുന്നു അത്രയും കൃത്യമായി പറയാൻ പറ്റില്ല, അതിനേക്കാളേറെ കൃത്യമായി ഇതിന്റെ മഹത്വം എത്രയാണെന്ന് പോലും പറയാൻ പറ്റില്ല. അത്രയും മഹത്വമായിരിക്കും സ്വലാത്തുൽ കമാലിയക്ക് ലഭിക്കുക എന്നുള്ളത് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചതാണ്. അവർ ഓരോ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം 10 തവണ വീതം തെരഞ്ഞെടുത്ത് ചൊല്ലിയ സ്വലാത്തും അതല്ലാത്ത സമയങ്ങളിൽ 100 അതിനേക്കാളേറെ അവർ പതിവാക്കിയൊരു സ്വലാത്തായിരുന്നു സ്വലാത്തുൽ കമാലിയ. നമുക്ക് ഇൻഷാ അല്ലാഹ് വെറും 11 തവണ വീതം ചൊല്ലി പിന്നെ 4 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യണം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ, നീ കബൂൽ ചെയ്യണം അല്ലാഹ്. നമുക്കനി നാരിയത്തു സ്വലാത്ത് ചൊല്ലണം. എല്ലാവരും കൂടെ ചൊല്ലണം. നാരിയത്തു സ്വലാത്ത് 11 തവണ വീതം ദിവസേന ചൊല്ലി വന്നാൽ അദ്ദേഹത്തിന്റെ സർവ്വ മുറാദും അല്ലാഹു തആല ഹസ്വിലാക്കി കൊടുക്കുമെന്നും അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള സർവ്വ ഹാജത്തും അല്ലാഹു തആല നിറവേറ്റി കൊടുക്കുമെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ച അതിമഹത്തായ ഒരു സ്വലാത്താണ് സ്വലാത്തു നാരിയ. എല്ലാവരും കൂടെ ഏറ്റു ചൊല്ലുക. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم
وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب تقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب تقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. صل على جميع الأنبياء والمرسلين وعلى ملائكة المقربين وجميع عباد الله الصالحين والحمد لله رب العالمين.
الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ, നീ കബൂൽ ചെയ്യണമല്ലോ. നമ്മുടെ ഭാഗത്ത് നിന്ന് വല്ല കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ, വല്ല തബുകേട് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം നീ പുറത്തു തന്നു നീ സ്വീകരിക്കണമല്ലോ. നീ സ്വീകരിക്കണം അല്ലാ. നീ സ്വീകരിച്ച് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാനിയ ഹദ്റത്തിലേക്ക് ഇതിന്റെ സവാബ് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അവിടുത്തെ ഭാര്യന്മാർ, അവിടുത്തെ മാതാപിതാക്കൾ, അവിടുത്തെ മക്കൾ, പേരമക്കൾ, അവിടുത്തെ അജിതാദീങ്ങൾ, അവിടുത്തെ സ്വഹാബുൽ കിറാമിന്റെ ഹദ്റാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. എല്ലാ അംബിയ, മുർസലീങ്ങൾ, സ്വാലിഹീങ്ങൾ, മശായിഖന്മാർ, ഉസ്താദന്മാർ, കുടുംബത്തിൽ മരിച്ചുപോയ സർവ്വ മുഅ്മിനാത്തുകൾ അല്ലാഹുവേ നമ്മുടെ ക്ലാസ്സിൽ നിരന്തരം പങ്കെടുത്ത് ഇപ്പോൾ ആറടി മണ്ണിലാണ് റബ്ബേ അവരുടെ ഹദ്റാത്തുകളിലേക്ക് അല്ലാഹുവേ ഇപ്പോൾ നമ്മുടെ കൂടെ ദിക്റും സ്വലാത്തും ചൊല്ലിയ ഓരോ മുഅ്മിനാത്തുകൾ അവരുടെ കുടുംബത്തിൽ മരിച്ചുപോയ സർവ്വ മുഅ്മിനാത്തുകളുടെ ഹദ്റാത്തുകളിലേക്ക്, പ്രത്യേകിച്ച് പലസ്തീനിൽ ഷഹീദായി പോയ ശുഹദാക്കളുടെ ഹദ്റാത്തുകളിലേക്ക്, പ്രത്യേകിച്ച് നമ്മുടെ മശായിഖന്മാർ ശൈഖുനാ ഗൗസുൽ അദം ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസ്തഗ്ഫിറത്തിലേക്കും, അഹ്മദുൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസ്തഗ്ഫിറത്തിലേക്കും, ഖാജ മുഈനുദ്ദീൻ ജിസ്തുൽ അജ്മീരി ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസ്തഗ്ഫിറത്തിലേക്കും, മഹാനായ അഹ്മദ് റദാ ഖാൻ ബറൽവി ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസ്തഗ്ഫിറത്തിലേക്കും, മഹാനായ ശൈഖുനാ സുയ്യം വലിയുല്ലാഹി അൽ മദഊരി ഖദ്ദസല്ലാഹു തആല ത്തിലേക്കും സർവ്വ മഹാന്മാർ ഉസ്താദന്മാരുടെ ഹദ്റാത്തുകളിലേക്ക് ഇതിന്റെ സവാബ് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ അവർക്കുള്ള ദറജ നീ ഉയർത്തണമല്ലോ. അവരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കണമല്ലോ. നമ്മുടെ ഹാജത്തുകളെല്ലാം നീ നിറവേറ്റി തരണം റഹ്മാനെ. നമുക്കുള്ള വിഷമങ്ങള്, ദുഃഖങ്ങള്, ദുരിതങ്ങളെല്ലാത്തിനും പരിഹാരമായി ചൊല്ലിയ സ്വലാത്ത് ദിക്റുകൾ നീ ഒരു ഹേതുവാക്കി, ഒരു കാരണമാക്കി മഹാന്മാരെ ബറക്കത്ത് കൊണ്ട് നമുക്കെല്ലാം നീ സാധിപ്പിച്ചു തരണം റഹ്മാനെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم الراحمين الملك الجبار يا راج سيدا يا الله. പടച്ച റബ്ബേ, പരിശുദ്ധമായ ശഅബാൻ മാസമാണ് റബ്ബേ. അല്ലാഹ് ചൊല്ലിയ അത്ഭുതകരമായ സ്വലാത്തുകൾ തെരഞ്ഞെടുത്ത് ചൊല്ലിയതാണ് അല്ലാഹ്. അല്ലാഹുവേ ഒരുപാട് മഹത്വമുള്ള ലത്തീഫ് എന്ന ഇസ്മും ഇസ്തിഗ്ഫാറും ചൊല്ലിയിട്ടാണ് റബ്ബേ നിന്നിലേക്ക് നീട്ടുന്ന കരങ്ങൾ
അല്ലാഹ് നീ തട്ടിക്കളയല്ല റബ്ബേ, നീ തട്ടിക്കളയല്ല റഹ്മാനെ. അല്ലാഹുവേ, നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും എല്ലാം നീ നിറവേറ്റിത്തരണം റഹ്മാനെ. നമുക്ക് നാം ആഗ്രഹിക്കുന്ന സർവ്വകാര്യങ്ങൾ എല്ലാം നീ നമുക്ക് എളുപ്പമാക്കി തരണം റഹ്മാനെ. നമ്മുടെ ഉള്ളു നീ പ്രകാശിപ്പിക്കണമല്ല, നമ്മുടെ മനസ്സ് നന്നാക്കണമല്ല, സൽസ്വഭാവികളാക്കണം റഹ്മാനെ. ദുഷിച്ച എല്ലാ സ്വഭാവങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റണമല്ലോ. അല്ലാഹുവേ, സജ്ജനങ്ങളെ കൂടെ നമ്മെ ചേർക്കണം റഹ്മാനെ. ആരോടും അസൂയയില്ലാതെ, കിബറില്ലാതെ, വഞ്ചനയുടെ ബുദ്ധിയില്ലാതെ, ഗീബത്ത് നമീമത്ത് പറയാതെ, ഫസാദ് ഉണ്ടാക്കാതെ, ഫിത്നയുണ്ടാക്കാതെ നല്ല രൂപത്തിൽ ജീവിക്കാൻ നമുക്ക് നീ ഭാഗ്യം നൽകണം റഹ്മാനെ. മറ്റുള്ളവനിക്ക് നീ കൊടുക്കുന്ന നിഅമത്തിൽ അസൂയ വെക്കുന്നത് നീ കൊടുത്തത് ശരിയായില്ലെന്നാണ് അതിന്റെ വ്യാഖ്യാനം. അല്ലാഹ്, അത്തരത്തിലുള്ള ദുഷിച്ച ചിന്താഗതികൾ നമുക്ക് തരല്ലേ അല്ലാഹ്. അത്തരത്തിലുള്ള നീച ഹൃദയത്തിന്റെ ഉടമകൾ അക്കല്ല റഹ്മാനെ. അല്ലാഹുവേ, ആരോടും വെറുപ്പില്ലാതെ, ആരോടും പകയില്ലാതെ നല്ല രൂപത്തിൽ ജീവിക്കാൻ നമുക്ക് നീ ഭാഗ്യം നൽകണം റഹ്മാനെ. നമുക്കുള്ള സ്വഭാവം നീ നന്നാക്കണമല്ല, നമ്മുടെ സ്വഭാവങ്ങൾ നന്നാക്കണമല്ല, നമ്മുടെ എല്ലാം നീ സംശുദ്ധപ്പെടുത്തണമല്ലോ. അല്ലാഹുവേ, നമ്മുടെ സ്വകാര്യ ജീവിതം നന്നാക്കണം റഹ്മാനെ. നമുക്കുള്ള സ്വകാര്യ ജീവിതം നീ മെച്ചപ്പെടുത്തണമല്ലോ. എല്ലാവിധ ഹറാമുകളിൽ നിന്ന്, എല്ലാവിധ തോന്നിവാസങ്ങളിൽ നിന്ന്, എല്ലാവിധ നീച പ്രവർത്തനങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമല്ലോ. സന്താനങ്ങളെ രക്ഷപ്പെടുത്തണമല്ലോ. അല്ലാഹുവേ, നല്ല മനസ്സിന്റെ ഉടമകളാക്കണം റഹ്മാനെ. നീച മനസ്സിന്റെ ഉടമകളാക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെല്ലാവരെയും നീ നന്നാക്കണം റഹ്മാനെ. അല്ലാഹ്, പല തവണ ഹജ്ജും ഉംറയും നിർവഹിക്കാനും ഹബീബായ തങ്ങളുടെ റൗള ശരീഫ് ഒന്ന് സിയാറത്ത് ചെയ്യുവാനും ആയുസ്സിൽ പല തവണ നീ വിധിക്കണമല്ല. ആയുസ്സിൽ പല തവണ നീ വിധിക്കണമല്ല. മാരക രോഗങ്ങൾ തന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല അല്ലാ. പലവിധ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് നീ ആജിലായ താമായ പൂർണ്ണമായ ശിഫ കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. നീ അനുഗ്രഹിക്കണമല്ലോ. ഖൈറിന്റെ വാതിലുകൾ നമുക്ക് നീ തുറന്നു തരണം റഹ്മാനെ. അല്ലാഹുവേ, ആരെല്ലാം എന്തെല്ലാം വിഷയങ്ങൾ പറഞ്ഞു ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ടോ, എല്ലാവരുടെയും എല്ലാവിധ ആഗ്രഹങ്ങള്, ആവശ്യങ്ങള്, പ്രയാസങ്ങള്, ദുഃഖങ്ങള്, ടെൻഷനുകള്, കടങ്ങള്, മക്കളില്ലാതെ വിഷമം പറഞ്ഞവർ, അല്ലാഹ് വിവാഹമാവാതെ വിവാഹത്തിന് പലവിധ അന്വേഷണങ്ങൾ വരുന്നു, പക്ഷേ ഒന്നും ശരിയാകുന്നില്ല. അങ്ങനെ പറഞ്ഞും എന്തെല്ലാ വിഷയങ്ങൾ പറഞ്ഞു ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ടോ, എല്ലാവരുടെയും എല്ലാവിധ ആഗ്രഹങ്ങൾ നീ തീർത്തു കൊടുക്കണമല്ല. എല്ലാത്തിനും നീ പരിഹാരം കാണിച്ചു കൊടുക്കണം റഹ്മാനെ. എല്ലാത്തിനും നീ പരിഹാരം കാണിച്ചു കൊടുക്കണം റഹ്മാനെ. എല്ലാത്തിനും നീ പരിഹാരം കാണിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, നമുക്ക് നീ നാഫിയായ ഇൽമു നൽകണമല്ല. നാഫിയായ ഇൽമു നൽകണം റഹ്മാനെ. അല്ലാഹ്, തഖ്വ നൽകണമല്ല. തഖ്വ നൽകണമല്ല. തഖ്വ നൽകണമല്ല. അല്ലാഹുമ്മ ആതി അൻഫുസനാ തഖ്വാഹാ. അല്ലാഹ്, നമുക്ക് നമ്മുടെ നഫ്സിന് വേണ്ട തഖ്വ നൽകണം റഹ്മാനെ. പേടി നൽകണം റഹ്മാനെ. നിന്നോടുള്ള പേടി നൽകണം റഹ്മാനെ. അല്ലാഹ്, നിന്നെ പേടിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ചേർക്കണം അല്ലാഹ്. നമ്മെ ചേർക്കണം റഹ്മാനെ. പലവിധ രോഗങ്ങളാണെന്ന് പറഞ്ഞു, ക്യാൻസറാണെന്ന് പറഞ്ഞു, പല പ്രയാസപ്പെടുത്തുന്ന രോഗങ്ങളാണെന്ന് പറഞ്ഞു ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട് റബ്ബേ. ആജിലായ ശിഫ കൊട് റഹ്മാനെ. പൂർണ്ണമായ ശിഫ കൊട് റഹ്മാനെ. കാമിലായ ശിഫ കൊട് റഹ്മാനെ. അല്ലാഹ്, മാരക രോഗങ്ങൾ തന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ.
അല്ലാ, ശരീരത്തിന്റെ പല ഭാഗങ്ങൾ മുറിച്ചെടുക്കേണ്ട ഒരവസ്ഥ, അത്തരത്തിലുള്ള രോഗങ്ങൾ നമുക്കാർക്കും നീ തരല്ലേ അല്ലാ. അത്തരത്തിലുള്ള രോഗങ്ങൾ തന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാ. താങ്ങാനുള്ള ഈമാനിയായ ഖുവ്വത്തുൽ റഹ്മാനെ, താങ്ങാനും സഹിക്കാനും വേദനകൾ കടിച്ചിറക്കാനുള്ള ഈമാനിയായ ശക്തിയില്ലാത്ത ബലഹീനന്മാരാണ് റബ്ബേ. അത്തരത്തിലുള്ള രോഗങ്ങൾ തന്ന് നമ്മുടെ തെറ്റിന്റെ കാഠിന്യം കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാ. ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ നീ മുത്തഖീങ്ങളെ കൂട്ടത്തിൽ ചേർക്കണം റഹ്മാൻ. തഖ്വയുള്ളവരാക്കണമല്ലാ, തഖ്വയുള്ളവരാക്കണം റഹ്മാനെ. റബ്ബേ, വീടില്ലാതെ വിഷമം പറഞ്ഞവരുണ്ട് റബ്ബേ. ഖൈറായ നല്ല ബറക്കത്തുള്ള സന്തോഷമുള്ള നല്ല വീട് നൽകണമല്ല അല്ലാ. നല്ല ഖൈറായ നല്ല വീട് നൽകണമല്ല. വീടുണ്ടാക്കാൻ സാമ്പത്തികമായ എല്ലാ രൂപത്തിലുള്ള സാമ്പത്തിക വ്യവസ്ഥകൾ നീ നമുക്ക് റെഡിപ്പെടുത്തണമല്ല, ശരിപ്പെടുത്തണമല്ല. കടങ്ങൾ തീർക്കാനുള്ള സാമ്പത്തിക ശേഷി നൽകണമല്ല അല്ലാ. സാമ്പത്തിക വഴി നീ തുറന്നു തരണം റഹ്മാനെ, നീ തുറന്നു തരണം റഹ്മാനെ, നീ തുറന്നു തരണം റഹ്മാനെ. അല്ലാഹുവേ, ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ നല്ല ജോലി നൽകണമല്ല, ഖൈറായ നല്ല ജോലി നൽകണമല്ല. ഉള്ള ജോലിയിൽ, ഉള്ള കച്ചവടങ്ങളിൽ എല്ലാത്തിലും നീ ബറക്കത്ത് നൽകണമല്ല, അഭിവൃദ്ധി നൽകണമല്ല, സമാധാനം നൽകണമല്ല, തൃപ്തി നൽകണമല്ല. അല്ലാഹുവേ, മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് നല്ല മക്കളെ നൽകണമല്ല. തന്ന മക്കളെ നീ സ്വാലിഹീങ്ങളിൽ സ്വാലിഹത്തന്മാരിൽ പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ, നമ്മുടെ മക്കളുടെ എക്സാം അല്ലാഹു റബ്ബേ നല്ല വിജയം നൽകണമല്ല. നല്ല മാർക്കോടെ അവരെ നീ വിജയിപ്പിക്കണം റഹ്മാനെ, നീ വിജയിപ്പിക്കണം റഹ്മാനെ. അല്ലാ, മാതാപിതാക്കൾക്കും നാട്ടുകാർക്കും സമൂഹത്തിനും അഭിമാനം കൊള്ളുന്ന നല്ല മക്കളാക്കണം റഹ്മാനെ, നല്ല മക്കളാക്കണം റഹ്മാനെ. മക്കളെ നിത്യമാടികളാക്കല്ലേ അല്ലാ. മയക്കുമരുന്നിന്റെ, കള്ളിന്റെ, കഞ്ചാവിന്റെ അടിമകളാക്കല്ലേ അല്ലാ. അല്ലാ, വ്യഭിചാരികളാക്കല്ലേ അല്ലാ. തോന്നിവാസങ്ങൾ ചെയ്യുന്നവരാക്കല്ലേ അല്ലാ. അശ്ലീലങ്ങൾ കാണുന്നവരും ചെയ്യുന്നവരുമാക്കല്ലേ അല്ലാ. അല്ലാഹുവേ, നമുക്ക് മക്കൾക്കും നീ തഖ്വ നൽകണമല്ല. നിന്റെ പ്രത്യേകമായ മഹാന്മാരുടെ കാവൽ തന്ന് അനുഗ്രഹിക്കണം റഹ്മാനെ, അനുഗ്രഹിക്കണമല്ല. വിവാഹ പ്രായമെത്തിയ എത്രയോ യുവതി യുവാക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് റബ്ബേ. അവർക്കൊക്കെയും അനുയോജനകളെ കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. ഖൈറായ നല്ല ജീവിതം നൽകണമല്ല, ഖൈറായ നല്ല ജീവിതം നൽകണം റഹ്മാനെ, ഖൈറായ നല്ല ജീവിതം നൽകണമല്ല. അല്ലാഹുവേ, നമ്മെ നാമാക്കിയാണ് മാതാപിതാക്കൾ ഉസ്താദന്മാർക്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം നൽകണം റഹ്മാനെ. നീ പുറത്തു കൊടുക്കണമല്ല, ഖൈർ ചെയ്യണമല്ല. സമാധാനം സന്തോഷവും റാഹത്തും നൽകണം റഹ്മാനെ. രോഗങ്ങൾക്കെല്ലാം നീ പൂർണ്ണ ശിഫ നൽകണമല്ല. അല്ലാഹുവേ, ഗർഭിണികളായ സഹോദരിമാർക്ക് നീ സുഖപ്രസവം നൽകണമല്ലോ. കീരിമുറിച്ച് കുഞ്ഞിനെ പുറത്തെടുക്കേണ്ട ഒരവസ്ഥ നീ വിധിക്കല്ലേ അല്ലോ. സുഖപ്രസവം നൽകണമല്ല. നിന്റെ മഹാന്മാരുടെ കാവലിട്ട് കൊടുക്കണം റഹ്മാനെ, കാവലിട്ട് കൊടുക്കണം റഹ്മാനെ. അവർക്കുള്ള എല്ലാ പേടികൾ മാറ്റി ധൈര്യം കൊടുക്കണമല്ലോ, ധൈര്യം കൊടുക്കണം റഹ്മാനെ. നല്ല മക്കൾക്ക് ജന്മം കൊടുക്കാൻ അവർക്ക് നീ ഭാഗ്യം നൽകണമല്ല, നീ ഭാഗ്യം നൽകണമല്ല, നീ ഭാഗ്യം നൽകണമല്ല. അല്ലാഹുവേ, മരണം ഖൈറാകുന്ന വേളയിൽ പരിശുദ്ധ മദീനയിൽ ചെല്ലാൻ, അവിടെ ചെന്ന് ധാരാളം സ്വലാത്തുകൾ ചൊല്ലി ഒടുവിൽ അവിടുത്തെ പൂമുഖം കണ്ട് ഈ ലോകത്ത് വന്ന് ഇവിടെ പറയാൻ നമുക്ക് നീ ഭാഗ്യം നൽകണമല്ലോ, നമുക്ക് നീ ഭാഗ്യം നൽകണം റഹ്മാനെ. അവിടെ മരിച്ചു പോയി ജന്നത്തുൽ ബഖിയയിൽ കടക്കാൻ അല്ലാഹുവേ നീ ഭാഗ്യം നൽകണമല്ലോ, നീ ഭാഗ്യം നൽകണം റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന
وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم.